ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ സ്റ്റാർട്ടറാണ്. അത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അതുപോലെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ വൃത്തിയാക്കി കുറേ സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വിഭവമാണ് ഈ ചിക്കൻ സ്റ്റാർട്ടർ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ചിക്കൻ സ്റ്റാർട്ടർ ഉണ്ടാക്കാം. സ്പെഷ്യൽ ചിക്കൻ ഫിംഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോൺലെസ് ചിക്കൻ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കുക. അതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 3/4 ടേബിൾ സ്പൂൺ മതിയാകും. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മതി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, ഇറ്റാലിയൻ സീസണിംഗ് ആണ് ഞാൻ ചേർക്കുന്നത്. ഇതില്ലാത്തവർ കസൂരി മേത്തി, ഗരം മസാല, അങ്ങനെ ഇഷ്ടമുള്ള എന്ത് ഫ്ലേവർ വേണമെങ്കിലും ചേർക്കുക. ഉണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ടബാസ്കോ സോസ് 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു. പിന്നെ ഉപ്പ് 1/2 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പാർസ്ലി നമ്മൾ 1/2 ടീസ്പൂൺ ചേർക്കുക. അപ്പോൾ ഈ പാർസ്ലിയും ഇറ്റാലിയൻ സീസണിങ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട, നമുക്ക് കസൂരി മേത്തിയും ഗരം മസാലയും പകരം ചേർത്ത് കൊടുക്കാം. ഫ്ലേവർ കുറച്ച് മാറുന്നേ ഉള്ളൂ, പക്ഷേ ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇത് ചേർക്കുക. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഇത് വാങ്ങിക്കൊന്നും വേണ്ട, നമ്മുടെ കയ്യിലുള്ള മസാല എന്തോ അത് ചേർക്കുക. ഇത് നന്നായി മിക്സ് ചെയ്യണം, കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്കൊരു 20-25 മിനിറ്റോളം ഇത് ഇങ്ങനെ വെക്കണം, മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ ഇത് ചേർക്കണം. മൈദയും മുട്ടയും പിന്നെ ഓട്സും. അത് നമ്മൾ ആദ്യം മൈദയിലൊന്ന് മുക്കുക. പിന്നെ മുട്ടയുടെ വെള്ളം മാത്രമല്ല, മുട്ട മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടയിൽ മുക്കുക, വീണ്ടും മൈദയിൽ മുക്കുക, വീണ്ടും മുട്ടയിൽ മുക്കുക. അതിനുശേഷം അവസാനം നമ്മൾ ഓട്സിൽ മുക്കിയെടുക്കുമ്പോൾ നല്ലൊരു കോട്ടിങ് ഈ ചിക്കൻ്റെ പുറത്ത് വരും. പിന്നെ ഞാൻ മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുട്ടയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ മൈദയിലും കോൺഫ്ലവർ അല്ല ഓട്സിലൊന്നുമില്ല. ഇനി നമ്മളിത് നേരെ, പിന്നെ ഇത് വയ്ക്കൊന്നും വേണ്ട, അതെല്ലാം പുരട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് വെളിച്ചെണ്ണയിൽ വറുക്കരുത്, സൺഫ്ലവർ ഓയിലാണിത് വറുക്കേണ്ടത്. ഏതെങ്കിലും തന്നെ റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ എന്നില്ല, പക്ഷെ വെളിച്ചെണ്ണ വേണ്ട. എന്നിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ നന്നായി ചൂടായതിന് ശേഷം മീഡിയത്തിനും ഹൈനും ഇടയിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ. അല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓട്സൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും പുറത്ത്, പക്ഷേ ചിക്കൻ ചിലപ്പോൾ വേവും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ലൈറ്റ് ബ്രൗൺ കളറ് 2 ഭാഗത്തും ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഫിംഗർ റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റി റെസിപ്പിയാണ്, നല്ലൊരു സ്റ്റാർട്ടറാണ് ചിക്കൻ ഫിംഗർ. ബ്രോക്കോളി, മഷ്റൂം അതെല്ലാം വെച്ചിട്ട് ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ചിക്കൻ ഇഷ്ടമില്ലാത്ത ഫിഷ് ഇഷ്ടമുള്ളവർക്ക് ചെമ്മീനും മീനൊക്കെ നമ്മൾ ഫിംഗർ കട്ട് ചെയ്തിട്ട്, അത് വിരലിൻ്റെ പോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ രീതിയിൽ ഫിഷ് ചെയ്യാം, ചെമ്മീൻ ചെയ്യാം, കൂന്തൽ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ഈ റെസിപ്പി ചെയ്യും. പക്ഷെ നമുക്ക് ചിക്കന് പകരം എന്ത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ വിഭവം ഉണ്ടാക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം നമ്മുടെ ഈ ചിക്കൻ സ്റ്റാർട്ടർ.